ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. ഈ വർഷത്തെ SSC MTS എക്സാം വരാൻ പോകുന്ന സെപ്റ്റംബർ ഒക്ടോബർ മന്തിലായിരിക്കും നടക്കാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. 10th ലെവൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ 10ാം ക്ലാസ് യോഗ്യത മാത്രം ആവശ്യമുള്ള ഒരു എക്സാമാണ് SSCയുടെ MTS എക്സാം. സോ ഈ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ GK ടോപ്പിക്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ പൊളിറ്റി. ഇതിൽ നിന്ന് നമുക്കൊരു 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇന്ന് മുതൽ ഇന്ത്യൻ പൊളിറ്റിയുടെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ പേര് ജിതിൻ ആൻഡ് ഞാനായിരിക്കും നിങ്ങളുടെ പൊളിറ്റി ക്ലാസ്സസ് എടുക്കുന്നത്. സോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഇനി എന്താണ് ഇന്ത്യൻ പൊളിറ്റിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയിൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? സോ അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ ഇന്ത്യൻ പൊളിറ്റിയിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കേണ്ടത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഇന്ത്യൻ പൊളിറ്റിയിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ട ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? സോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റൂൾ ബുക്കാണ്. അതായത് നമ്മുടെ കൺട്രിയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ അതോറിറ്റി എന്തൊക്കെയാണ്, ആ ഒരു ഗവൺമെൻറ്റിന് മേൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണുള്ളത്, അതുപോലെ തന്നെ നമ്മൾ സിറ്റിസൻസിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂൾ ബുക്കാണെന്ത് ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ രാജ്യത്തെ സുപ്രീം ലോ ആണെന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ലോ ആണെന്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ത് റൂൾസും റെഗുലേഷൻസും ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്ന റൂൾ ബുക്ക് എന്ന് പറയുന്നത്. സോ നമ്മുടെ കൺട്രിയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ അതിന് ഗൈഡ് ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസും അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇതിൽ എന്തൊക്കെ കാണും? നമ്മുടെ കൺട്രിയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് കാണും. അതുകൂടാതെ എന്തുണ്ടാകും? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പവേഴ്സ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാണാനായിട്ട് സാധിക്കും. ആൻഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള കൺട്രീസിൽ, അതായത് നമ്മളുടെ വേൾഡിൽ തന്നെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള കൺട്രീസിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള കൺട്രിയിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ വേൾഡ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ വേൾഡിലുള്ള പല കൺട്രീസിനും എന്തുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ആ കൺട്രീസിൽ ഏറ്റവും നീളം കൂടിയ ഭരണഘടന നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയുടെ സൈസ്, അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയുടെ വാസ്റ്റ്നെസ്, അതുപോലെ തന്നെ പല പല ഡൈവേഴ്സിറ്റീസ്, അതായത് പല ടൈപ്പിലുള്ള പോപ്പുലേഷൻ, അതായത് പല സ്റ്റേറ്റുകളുണ്ട്. ആൻഡ് ആ സ്റ്റേറ്റുകളിലുള്ള ആൾക്കാർ പല ലാംഗ്വേജസ് ആണ് സംസാരിക്കുന്നത്, പല റിലീജിയൻ ആണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും മാത്രമല്ല നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് പല കോൺസ്റ്റിറ്റ്യൂഷൻസും റെഫർ ചെയ്തിട്ടാണ്. അങ്ങനെയുള്ള റെഫറൻസസ് കൊണ്ടും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സൈസ് എന്താണ്? വളരെ വലിയൊരു സൈസാണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിയത്. ആൻഡ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ആ ഒരു ടൈമിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നിലവിൽ വന്നത്? 26 ജനുവരി 1950. അതായത് 26 ജനുവരി 1950ലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് അല്ലെങ്കിൽ ഇഫക്റ്റിൽ വരുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റീവ് ആകുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് 26 ജനുവരി 1950ലാണ്. സോ ആ 26 ജനുവരി 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. സോ പ്രിയാമ്പിൾ എന്താണെന്ന് നമുക്ക് ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു, 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ഈ 395 ആർട്ടിക്കിൾസിനെയും 22 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിരുന്നു. അതുകൂടാതെ 8 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. സോ 26 ജനുവരി 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു.
ആൻഡ് പ്രിയാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അതായത് നിങ്ങളൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബുക്കിന് എന്ത് കാണും? ഒരു പ്രീഫേസ് കാണും. സോ ഒരു ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് എന്ത് കാണും? ഒരു പ്രീഫേസ് എന്ന് പറഞ്ഞൊരു ബുക്ക്, ഒരു പേജ് കാണും, അല്ലെങ്കിൽ ഒരു ആമുഖം എന്ന് പറഞ്ഞൊരു പേജ് കാണും. അതെന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ബുക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബുക്ക് എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രീഫേസിൽ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്നത് പറയുന്ന ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഗവൺമെൻറ് പവേഴ്സ് എന്തൊക്കെയാണ്, ഗവൺമെൻറ് അതോറിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ സിറ്റിസൻസിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള പ്രൊവിഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാണുന്നത്. ഈ പ്രൊവിഷൻസ് എല്ലാം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പല ആർട്ടിക്കിൾസിലായിട്ടാണ് എന്ത് ചെയ്തത്? എഴുതി വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ 395 ആർട്ടിക്കിൾസ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ നിലവിൽ വന്ന ടൈമിൽ 395 ആർട്ടിക്കിൾസ്, അല്ലെങ്കിൽ 395 ആർട്ടിക്കിൾസ് ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ടായിരുന്നത്. പല പല പ്രൊവിഷൻസ് പല ആർട്ടിക്കിൾസിലായിട്ട് എഴുതി വെച്ചിരുന്നു, 395 ആർട്ടിക്കിൾസിലായിട്ട്. ഈ ആർട്ടിക്കിൾസിനെ, അതായത് സിമിലർ ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ, അതായത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നു? പല പല ഗ്രൂപ്പ്സുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അതായത് സിമിലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു ആർട്ടിക്കിൾ ഒരു ഗ്രൂപ്പ്, സിമിലർ ആയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിൾസ് എല്ലാം മറ്റൊരു ഗ്രൂപ്പ്. അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ഈ 395 ആർട്ടിക്കിൾസിനെയും 22 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിരുന്നു. അതിനുശേഷം നമുക്ക് 8 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. എന്താണ് ഷെഡ്യൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾസ് ആണ്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ 395 ആർട്ടിക്കിൾസ് ആണ്. ഈ ആർട്ടിക്കിൾസിലാണ് പല പ്രൊവിഷൻസ് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈ പ്രൊവിഷൻസിനെ സപ്ലിമെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഷെഡ്യൂൾസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ഈ അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? ഷെഡ്യൂൾസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്തിട്ടുള്ള 8 ഷെഡ്യൂൾസ് ആയിരുന്നു 26 ജനുവരി 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ടായിരുന്നത്. ആൻഡ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പല തവണ എന്ത് ചെയ്തിട്ടുണ്ട്? അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതായത് ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ടായിരുന്ന പല പ്രൊവിഷൻസും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ പ്രൊവിഷൻസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊവിഷൻസിൽ ചില ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയൊരു പ്രൊവിഷൻ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ 26 ജനുവരി 1950 മുതൽ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 106 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? അമെൻഡ് ചെയ്തിട്ടുണ്ട്. സോ 106 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തിരുത്തി എഴുതപ്പെട്ടിട്ടുണ്ട്. ആൻഡ് അങ്ങനെ അമെൻഡ് ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചറിനകത്ത് എന്ത് വന്നിട്ടുണ്ട്? ചില ഡിഫറൻസസ്, അല്ലെങ്കിൽ ചില ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ, അതായത് ഈ ഒരു ടൈമിൽ, ഈ ഒരു മൊമെൻറ്റിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു പ്രിയാമ്പിൾ ഉണ്ട്. 448 ആർട്ടിക്കിൾസ്, 448 ആർട്ടിക്കിൾസ് ഉണ്ട്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിൾസ് മാത്രമായിരുന്നു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. എന്നാൽ ഈ അമെൻമെൻറ്റ്സിന് ശേഷം, ഈ ഒരു 106ഓളം അമെൻമെൻറ്റ്സിന് ശേഷം ആർട്ടിക്കിൾസ് എന്ത് ചെയ്തു? കൂടി. 448 ആർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അതുകൂടാതെ നേരത്തെ 22 പാർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിപ്പോൾ 25 പാർട്സ് ആക്കി മാറി. അതായത് ഈ 448 ആർട്ടിക്കിൾസിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? 25 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഷെഡ്യൂൾസിനകത്തും എന്ത് വന്നിട്ടുണ്ട്? ചേഞ്ച് വന്നിട്ടുണ്ട്. ഷെഡ്യൂൾസ് 8ൽ നിന്ന് 12 ആയിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു.
അതായത് ഷെഡ്യൂൾസിനകത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ആണുള്ളത്. സോ ആ അഡീഷണൽ ഇൻഫർമേഷൻസ് ഉള്ള ഷെഡ്യൂൾസിൻ്റെ എണ്ണം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. 8 നിന്ന് 12 ആയിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് എക്സാം പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ, ഇഫക്റ്റിൽ വരുമ്പോൾ 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോഴുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ എന്താണ്, ഇത് രണ്ടും എക്സാമിന് അറിഞ്ഞിരിക്കണം. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് 26 ജനുവരി 1950 അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുമ്പോൾ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, എത്ര പാർട്സ് ഉണ്ടായിരുന്നു, എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്, എത്ര പാർട്സ് ഉണ്ട്, എത്ര ഷെഡ്യൂൾസ് ഉണ്ട്, ആ രീതിയിലും എന്ത് ചെയ്യാം? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഞാൻ ആദ്യമേ, അതായത് ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, എന്താണ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ 448 ആർട്ടിക്കിൾസും, അതായത് നമ്മൾ ഇന്ത്യൻ പൊളിറ്റി പഠിക്കുമ്പോൾ ഈ 448 ആർട്ടിക്കിൾസും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ 448 ആർട്ടിക്കിൾസും അതേപോലെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ആർട്ടിക്കിൾസ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ്ട് ഒരു 100 മുതൽ 120 വരെയുള്ള ആർട്ടിക്കിൾസ്, അതായത് ഈ 448 തന്നെ ഏതാണ്ട് ഒരു 100-ൽ താഴെ അല്ലെങ്കിൽ 100-നും 120-നും ഇടയ്ക്ക് അത്രയും മാക്സിമം ഒരു 120 വരെയുള്ള ആർട്ടിക്കിൾസ് അതേപോലെ അറിഞ്ഞിരുന്നാൽ മതി. അതായത് ആർട്ടിക്കിൾ എന്താണ്, ആ ആർട്ടിക്കിളിനകത്ത് എന്താണ് പറയുന്നത്, അതായത് ആർട്ടിക്കിൾ 1 എന്താണ്, ആർട്ടിക്കിൾ 1-നകത്ത് എന്താണ് പറയുന്നത്, 2-ൽ എന്താണ് പറയുന്നത്, 3-ൽ എന്താണ് പറയുന്നത്, അങ്ങനെ ആർട്ടിക്കിൾസും അതിനകത്ത് എന്താണ് എക്സാക്ട്ലി പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 100ഓളം ആർട്ടിക്കിൾസ് മാത്രമാണുള്ളത്. അതായത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 51A വരെയുള്ള ഈ ആർട്ടിക്കിൾസ് എല്ലാം അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 1-ൽ തുടങ്ങി ആർട്ടിക്കിൾ 51A എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വരെയുള്ള എല്ലാ ആർട്ടിക്കിൾസും, ആ ആർട്ടിക്കിൾ നമ്പറും ആ ഒരു ആർട്ടിക്കിളിനകത്ത് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം എക്സാക്ട്ലി സെയിം ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷമുള്ള ആർട്ടിക്കിൾസിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആർട്ടിക്കിൾസ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. എൻ്റയർ ആർട്ടിക്കിൾസും അറിയേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, അതായത് ആ ആർട്ടിക്കിളിൻ്റെ നമ്പറും ആ ആർട്ടിക്കിളിനകത്ത് പറയുന്ന പ്രൊവിഷൻസും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയുള്ള ആർട്ടിക്കിൾസിൽ നിന്ന്, അതായത് 51A ശേഷമുള്ള ബാക്കിയുള്ള ആർട്ടിക്കിൾസിൽ നിന്ന് ഓവറോൾ ആയിട്ടുള്ള കണ്ടന്റ് മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആർട്ടിക്കിൾസും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത് പ്രിയാമ്പിളിനെ കുറിച്ചാണ്. സോ നമ്മൾ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി. ആൻഡ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രിയാമ്പിളിനെ കുറിച്ചാണ്. അതായത് എന്താണ് പ്രിയാമ്പിൾ, അല്ലെങ്കിൽ പ്രിയാമ്പിളിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ എൻ്റയർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ സ്ട്രക്ചർ എന്ന് എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. ആൻഡ് ഈ ഒരു സ്ട്രക്ചറിനകത്ത് ആദ്യത്തെ കാര്യമാണെന്ത്? പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ പ്രിയാമ്പിളിനെ കുറിച്ചായിരിക്കും. സോ SSCയുടെ MTS കോഴ്സസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ SSCയുടെ MTS എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ ഓൾറെഡി ദിശയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 7-നാണ് നമ്മൾ SSC MTS എക്സാമിന് വേണ്ടിയിട്ടുള്ള, ഈ വർഷത്തെ SSC MTS എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. 250+ hours, 250 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ലൈവ് ക്ലാസ്സസിൻ്റെ റെക്കോർഡിങ്സും നിങ്ങൾക്ക് എന്തായിരിക്കും? ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ഈ 250+ ലൈവ് ക്ലാസ്സസ് കൂടാതെ തന്നെ ഞങ്ങളുടെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സസ്, 300+ hours നീണ്ടു നിൽക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ക്ലാസ്സസും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു കോഴ്സിനോടൊപ്പം ആക്സസിബിൾ ആയിരിക്കും. ആൻഡ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കൂടി അവൈലബിൾ ആയിരിക്കും. സോ മെയ് 7-ന് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. സോ നിങ്ങൾക്ക് SSC MTS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് നമ്പർ 8075
8075753676. അതുപോലെ തന്നെ 7012615062. ഈ രണ്ട് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഈ വർഷത്തെ SSC MTS എക്സാം പെട്ടെന്ന് തന്നെ പഠിച്ച് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. സോ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ എന്താണ് പ്രിയാമ്പിൾ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എന്താണ്, അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്താണ് പ്രിയാമ്പിൾ? സോ നേരത്തെ ഞാനൊരു ബ്രീഫായിട്ടുള്ള ഐഡിയ തന്നിരുന്നു. അതായത് നമ്മളൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബുക്കിന് എന്ത് കാണും? ആദ്യം ഒരു ആമുഖം കാണും, അല്ലെങ്കിൽ ഒരു പ്രീഫേസ് കാണും. അതായത് ആ ഒരു ബുക്കിൻ്റെ കണ്ടന്റ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ബുക്കിനകത്ത് എന്താണ് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ബുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, ഈ കാര്യങ്ങളായിരിക്കും പ്രീഫേസിൽ അല്ലെങ്കിൽ ആമുഖത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീഫേസ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താണ് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, ആ ഒരു ഐഡിയൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രിയാമ്പിളിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രീഫേസ് ആണ്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഐഡിയൽസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രീഫേസ് ആണെന്ത് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇൻ ഷോർട്ടായിട്ട് നമുക്ക് പറയാം, നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സമ്മറിയാണ്, അല്ലെങ്കിൽ എസെൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിയാമ്പിളിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. സോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സമ്മറി, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രൊവിഷൻസ് ഉള്ളത്, ഇത് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്ത് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് പ്രിയാമ്പിളിനെ പല പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരും പല രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ടൈറ്റിൽസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ NA പാൽക്കിവാല, സോ പ്രോമിനൻ്റ് ആയിട്ട് ഒരു ജൂറിസ്റ്റ് ആയിരുന്നു NA പാൽക്കിവാല. സോ NA പാൽക്കിവാല നമ്മുടെ പ്രിയാമ്പിളിനെ വിളിച്ചിട്ടുള്ളത് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡൻറ്റിറ്റി കാർഡാണ് പ്രിയാമ്പിൾ എന്നാണ് NA പാൽക്കിവാല പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ KM മുൻഷി. സോ KM മുൻഷി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. സോ നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തിരുന്നു. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് എന്ത് ചെയ്തത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പെർമനന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നതിന് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തിരുന്നു. ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സോ ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. സോ BR അംബേദ്കർ ചെയർമാൻ ആയിട്ടുള്ള ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മെമ്പർ ആയിട്ടിരുന്ന ആളാണ് KM മുൻഷി എന്ന് പറയുന്നത്. സോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ ആയിട്ടുള്ള KM മുൻഷി നമ്മുടെ പ്രിയാമ്പിളിനെ വിളിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പൊളിറ്റിക്കൽ ജാതകം എന്നാണ് എന്ത് ചെയ്തേക്കുന്നത് KM മുൻഷി പ്രിയാമ്പിളിനെ പറഞ്ഞിരിക്കുന്നത്. സോ KM മുൻഷി പ്രിയാമ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇനി നമ്മുടെ പ്രിയാമ്പിളിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ഈ ഒരു പ്രിയാമ്പിൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് വന്നതല്ല. ഈ പ്രിയാമ്പിളിന് മുമ്പ്, അല്ലെങ്കിൽ പ്രിയാമ്പിൾ ഇൻസ്പയർ ആയിരിക്കുന്നത് മറ്റൊരു കാര്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ മറ്റൊരു റെസല്യൂഷനെ മോഡിഫൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രിയാമ്പിൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ 13, 1946, അതായത് ഡിസംബർ 13, 1946 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു ഒരു റെസല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രമേയം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആൻഡ് അതാണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ. സോ ഡിസംബർ 13, 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു റെസല്യൂഷൻ അല്ലെങ്കിൽ പ്രമേയമാണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന് പറയുന്നത്.
ആൻഡ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ജനുവരി 22, 1947 അതായത് 1947 ജനുവരി 22 ഈ ഒരു റെസൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആൻഡ് ഈ ഒരു റെസൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഗോൾ അല്ലെങ്കിൽ പേർപ്പസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ പറയുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഗോൾ എന്താണ് അല്ലെങ്കിൽ ബേസിക് പേർപ്പസ് എന്താണ്, ഇതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ പിന്നീട് മോഡിഫൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് പ്രിയാമ്പിൾ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പ്രിയാമ്പിൾ ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് ആഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? 1946 ഡിസംബർ 13, 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രിയാമ്പിളിന്റെ ഹിസ്റ്ററി. ഇനി പ്രിയാമ്പിളിനകത്ത് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിയാമ്പിളിന്റെ കണ്ടന്റ് എന്താണ്? സോ പ്രിയാമ്പിളിന്റെ കണ്ടന്റ് ഇതാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് equality of status and opportunity and to promote among them all fraternity, assuring the dignity of the individual and the unity and the integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. So ഇതാണ് നമ്മുടെ പ്രിയാമ്പിളിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിയാമ്പിളിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ കണ്ടന്റിൽ നിന്ന് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ പ്രിയാമ്പിളിന്റെ ടെക്സ്റ്റ്. ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. പക്ഷേ ഈ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മാത്രമാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. സോ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത്, സോ നോട്ട് ചെയ്തോണേ, ഒന്നാമത്തത് സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റിയുടെ സോഴ്സ് എന്താണ്? സോ സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റിയുടെ സോഴ്സ് എന്താണ്, അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ അതോറിറ്റി ഡിറൈവ് ചെയ്യുന്നത്? സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ തന്നെയാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷന് ഈ അതോറിറ്റി കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഈ ഒരു അതോറിറ്റി കൊടുത്തിരിക്കുന്നത്. സോ സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് നമ്മൾ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത് അതിൻ്റെ അതോറിറ്റി ഡിറൈവ് ചെയ്യുന്നത്. സോ ഇതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോഴ്സ് ഓഫ് അതോറിറ്റി എന്താണ്? നമ്മൾ ജനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ രണ്ടാമത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിയുടെ നേച്ചർ എന്താണ്? നേച്ചർ ഓഫ് പൊളിറ്റി. സോ നമ്മുടെ രാജ്യം ഏത് ടൈപ്പ് ഓഫ് പൊളിറ്റിയാണ് ഫോളോ ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്: സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതായത് SSSDR, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതാണ് നമ്മുടെ കൺട്രിയുടെ നേച്ചർ ഓഫ് പൊളിറ്റി എന്ന് പറയുന്നത്. സോ സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, അതുപോലെ തന്നെ റിപ്പബ്ലിക് ആണ്. സോ ഇന്ത്യയുടെ നേച്ചർ ഓഫ് പൊളിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ആൻഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സോ മൂന്നാമത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ.
സോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 4 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ്: ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. സോ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഇത് 4 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ആൻഡ് അടുത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. സോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അഡോപ്റ്റ് ചെയ്തത്? സോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അഡോപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഡെലിബറേഷൻസും ഡിസ്കഷൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഏതാണ്ട് 2 years 2 വർഷം 11 months 11 മാസം ആൻഡ് 18 days 18 ദിവസം എടുത്തിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തത്. അതായത് അപ്രോക്സിമേറ്റ്ലി 3 വർഷം. സോ അപ്രോക്സിമേറ്റ്ലി 3 വർഷം എടുത്തിട്ടാണ് എന്ത് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് തീർത്തത്. അതും ഏതാണ്ട് 50ഓളം കൺട്രീസിൻ്റെ അല്ലെങ്കിൽ 50ലധികം കൺട്രീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഫർ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ 2 years 11 months 18 days എടുത്ത് കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എല്ലാ ഡിസ്കഷൻസിനും ഡെലിബറേഷൻസിന് ശേഷം പാസ്സാക്കിയത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസറും നമുക്ക് പ്രിയാമ്പിൾ തന്നെ കാണാനായിട്ട് സാധിക്കും. 26th day of November 1949. സോ 26 November 1949 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 26 November 1949 ആണ് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. ഇനി ഇവിടെ കൺഫ്യൂഷൻ ആവുന്ന കാര്യം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ആണെന്ത്? 26 November 1949. എന്നാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വന്നത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 26 January 1950 അതായത് 26 January 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് 26 November 1949. കൺഫ്യൂസ്ഡ് ആവരുത്, രണ്ടും 2 ഡേറ്റ്സ് ആണ്. അഡോപ്റ്റ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് 26 November 1949. ഇഫക്റ്റിൽ വന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 26 January 1950. സോ ഇതാണ് 4ാമത്തെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതുകൂടാതെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സെക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രിയാമ്പിളിൻ്റെ വേർഡ്സിൽ നിന്ന് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയൽ ഓഫ് ജസ്റ്റിസ്, അതായത് സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആണ്. സോ ഈ ഒരു ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഐഡിയൽ എവിടെ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റഷ്യൻ റവല്യൂഷൻ ആണ്. സോ ഈ ഐഡിയൽ ഓഫ് ജസ്റ്റിസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ്. സോ റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളൊരു ജസ്റ്റിസിൻ്റെ ഐഡിയൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഈ 3 ഐഡിയൽസും നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ്. സോ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഈ 3 ഐഡിയൽസും നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റിസിൻ്റെ ഐഡിയൽ നമ്മൾ എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്? നമ്മൾ റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അതേസമയം ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഈ 3 ഐഡിയൽസ് നമ്മൾ എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്? നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് ഇത് എന്ത് ചെയ്തേക്കുന്നത്? അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് ചില കീ വേർഡ്സ് ആണ് എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ പ്രിയാമ്പിളിൻ്റെ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ചില കീ വേർഡ്സ്, അതായത് ഈ കീ വേർഡ്സിൻ്റെ മീനിങ് എന്ത് ചെയ്യണം? നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല പ്രൊവിഷൻസും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ചില കീ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഓരോരോ കീ ടേംസ് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് കീ ടേം ആണ് സോവറിൻ എന്ന് പറയുന്നത്. സോ സോവറിൻ മീൻസ് പരമാധികാരം. സോ സോവറിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പരമാധികാരം എന്നാണ്. ഇനി എന്താണ് ഈ സോവറിൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? സോ എന്താണ് സോവറിൻ കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മറ്റൊരു കൺട്രി എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയും എന്ത് ചെയ്യുന്നില്ല? ഇന്ത്യയെ ഡോമിനേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഈ സോവറിൻ്റെ മീനിങ്.
അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് ഗവേണിംഗ് കൺട്രിയാണ്. സോ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് ഗവേണിംഗ് കൺട്രി ആണെന്നുള്ളതാണ് ഈ ഒരു സോവറിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയുടെ ഡിസിഷൻസ് സ്വയം എടുക്കാനായിട്ട് പറ്റും. അതായത് ഇന്ത്യയുടെ ഇൻറ്റേർണൽ അഫയേഴ്സ്, ആഭ്യന്തര കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിക്കോട്ടെ, ഈ രണ്ട് കാര്യങ്ങളിലും ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വയം ഡിസിഷൻസ് എടുക്കാൻ പറ്റും. മറ്റൊരു കൺട്രിയുടെ പ്രഷറും ഇന്ത്യക്ക് മേൽ ഉണ്ടാകില്ല. കാരണം മറ്റൊരു കൺട്രിയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കൺട്രി എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യയെ ഡോമിനേറ്റ് ചെയ്യുന്നില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ. സോ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു സീസ് ഫയർ, അതായത് താൽക്കാലികമായിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ്റെ പോസിങ് അല്ലെങ്കിൽ സീസ് ഫയർ നമ്മൾ ഡിസൈഡ് ചെയ്തും സ്വയം ഡിസൈഡ് ചെയ്തതാണ്. മറ്റൊരു കൺട്രി എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയുടെയും ഫോഴ്സിന് വഴങ്ങിയിട്ടല്ല എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ഒരു കാര്യം ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ്, ഇന്ത്യ ഒരു സോവറിൻ കൺട്രി ആയതുകൊണ്ടാണ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, അങ്ങനെ ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിച്ചത്. ആൻഡ് ഈ സോവറിനിറ്റി കൊണ്ട് മറ്റൊരു മീനിങ് കൂടിയുണ്ട്. അതായത് ഇന്ത്യക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഫോറിൻ ടെറിട്ടറി അക്വയർ ചെയ്യാൻ സാധിക്കും. സോ ഇന്ത്യ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ ഒരു പരമാധികാരമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഏതെങ്കിലും ഒരു ഫോറിൻ ടെറിട്ടറി അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇന്ത്യക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോറിൻ ടെറിട്ടറി അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ റീസെൻറ്റ് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബലൂചിസ്ഥാൻ എന്ത് ചെയ്തു, അവർ സ്വയം ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തു. അതായത് അവരിനി പാകിസ്ഥാൻ്റെ പാർട്ടല്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, അവർ അവരുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തു. സോ അതേപോലെ മറ്റേതെങ്കിലും ഒരു പ്രൊവിൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടെറിട്ടറി അവരുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്ത് ഇന്ത്യയുമായിട്ട് ലയിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ അക്വയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഒരു പ്രൊവിൻസിനും അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറിക്കും താല്പര്യമുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ്റിനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടെറിട്ടറി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്ത്യയിലേക്ക് ചേർക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഇന്ത്യക്ക് പവർ കിട്ടുന്നത് ഇന്ത്യ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പരമാധികാരമുള്ള ഒരു കൺട്രി ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പാർട്ടിനെ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാനും എന്ത് ചെയ്യും, ഇന്ത്യക്ക് സാധിക്കും. സോ ഇന്ത്യ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ മറ്റൊരു ടെറിട്ടറിയെ, ഒരു ഫോറിൻ ടെറിട്ടറിയെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കാനും ഇന്ത്യയിൽ ഉള്ള ഒരു ടെറിട്ടറിയെ മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാനുള്ള പവർ ആർക്കുണ്ട്, ഇന്ത്യക്കുണ്ട്. സോ അതാണ് സോവറിനിറ്റി കൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ മീൻ ചെയ്യുന്നത്. സോ അടുത്ത രണ്ടാമത്തെ ടേം ആണ് സോഷ്യലിസ്റ്റ്. സോ ഈ ഒരു ടേം ടെക്സ്റ്റിൽ നിന്ന് നേരത്തെ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന്, സോ അതായത് നമ്മുടെ പ്രിയാമ്പിളിൻ്റെ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മറ്റൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ, അതായത് 26 ജനുവരി 1950, സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വന്നത് 26 ജനുവരി 1950. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വന്ന ആ ഒരു ടൈമിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 3 ടേംസ്, ഇപ്പോൾ ഈ കാണുന്ന ടെക്സ്റ്റിലെ 3 ടേംസ് മിസ്സിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ 3 ടേംസ് അന്നില്ലായിരുന്നു. ആ 3 ടേംസ് പിന്നീട് ഒരു അമെൻമെൻറ്റ് വഴി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കയറ്റിയതാണ്. ഏതൊക്കെയാണ് ടേംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻ്റഗ്രിറ്റി. ഈ 3 ടേംസും, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി, ഈ 3 ടേംസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇഫക്റ്റിൽ വരുമ്പോൾ 26 ജനുവരി 1950 ഈ 3 ടേംസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇല്ലായിരുന്നു. സോഷ്യലിസ്റ്റ് ഇല്ലായിരുന്നു, സെക്യുലർ ഇല്ലായിരുന്നു, ഇൻ്റഗ്രിറ്റി ഇല്ലായിരുന്നു. ഈ 3 ടേംസും പിന്നീട് ഒരു അമെൻമെൻറ്റ് വഴി, ഏത് അമെൻമെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. സോ ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ 3 ടേംസ്, സോഷ്യലിസ്റ്റ്,
സെക്യുലർ, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി. ഈ 3 ടേംസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 മറ്റൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള മേജർ പ്രൊവിഷൻസും അതായത് മിക്ക പ്രൊവിഷൻസും ഈ ഒരു അമെൻമെന്റ് ആക്ട് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. സോ ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള മിക്ക പ്രൊവിഷൻസും, മേജർ പ്രൊവിഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അമെൻഡ് ചെയ്യപ്പെട്ട ഒരു ഭാഗമാണെന്ത്, പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഈ 3 ടേംസ്, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, ഈ 3 ടേംസും 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിനെ, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എന്ത് ചെയ്യാറുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ കീ ടേംസിലെ രണ്ടാമത്തെ ടേമിലേക്ക് വരാം. അതാണ് സോഷ്യലിസ്റ്റ്. സോ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം ആഡ് ചെയ്യപ്പെട്ടത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരമാണ്. സോ 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ടേം, സോഷ്യലിസ്റ്റ് കൂടാതെ സെക്യുലറും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റിയും, ഈ 3 ടേംസും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഈ ഒരു 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരമാണ്. ആൻഡ് ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. സോ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. സോ സോഷ്യലിസം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, അതായത് നമ്മൾ ഒരു കൺട്രിയിലെ റിസോഴ്സസ് ആ കൺട്രിയിലുള്ള എല്ലാ ജനങ്ങൾക്കും എന്ത് ചെയ്യുക, ഈക്വലി ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സോഷ്യലിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ആൻഡ് 2 ടൈപ്പ് ഓഫ് സോഷ്യലിസം ഉണ്ട്. അതായത് ഡെമോക്രാറ്റിക് സോഷ്യലിസം ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം ഉണ്ട്. സോ കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം എന്ന് പറഞ്ഞൊരു സോഷ്യലിസം ഉണ്ട്, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് സോഷ്യലിസം ഉണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തുള്ള എല്ലാ റിസോഴ്സസും ഓൺ ചെയ്യുന്നത് അതായത് എല്ലാ റിസോഴ്സസിൻ്റെയും ഉടമസ്ഥാവകാശവും അതുപോലെ തന്നെ ആ ഒരു കൺട്രിയിലുള്ള ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റും പബ്ലിക് സെക്ടറിന് മാത്രം, അതായത് ഗവൺമെന്റിന് മാത്രമായിരിക്കും. സോ ഒരു രാജ്യത്തെ റിസോഴ്സസ് എല്ലാം ഓൺ ചെയ്യാനും അതായത് കൈവശം വെക്കാനും അതുപോലെ തന്നെ ഗുഡ്സും സർവീസസും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പവർ ഗവൺമെന്റ് സെക്ടറിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് മാത്രമായിരിക്കും. ഇവിടെ പ്രൈവറ്റ് സെക്ടറിന് എന്ത് കാണില്ല, റോളൊന്നും തന്നെ കാണില്ല. സോ പ്രൈവറ്റ് സെക്ടറിന് റോളൊന്നും തന്നെ കാണില്ല കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ. എന്നാൽ നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന എന്താണ്, ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. സോ ഡെമോക്രാറ്റിക് സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു മിക്സഡ് എക്കോണമിയാണ്. സോ എന്താണ് ഇത് മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെമോക്രാറ്റിക് സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിയിൽ ഒരേ സമയം പ്രൈവറ്റ് സെക്ടറിനും അതുപോലെ തന്നെ ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സസ് കൈവശം വെക്കാനും ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ മിക്സഡ് എക്കോണമിയിൽ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിയിൽ റിസോഴ്സസ് കൈവശം വെക്കാനും അതുപോലെ തന്നെ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാനും ഗവൺമെന്റിനും അധികാരമുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിന് എന്തുണ്ട്, അധികാരമുണ്ട്. സോ അതാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. അതായത് അവിടെ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യും. സോ അതാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. സോ ഇന്ത്യ ഫോളോ ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും, ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. സോ അടുത്ത മൂന്നാമത്തെ കീ ടേം ആണ് സെക്യുലർ. സോ ഈ ഒരു ടേമും 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യപ്പെടുന്നത്. സോ സെക്യുലർ എന്ന് പറഞ്ഞ ഈ ഒരു വേർഡും അല്ലെങ്കിൽ ഈ ഒരു ടേമും നമ്മുടെ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് മെയിൻലി സെക്യുലറിസം 2 തരത്തിലുണ്ട്. സോ സെക്യുലറിസം എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിലുണ്ട് അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് സെക്യുലറിസം ആണുള്ളത്. ഒന്ന് പോസിറ്റീവ് സെക്യുലറിസവും ആൻഡ് 2 നെഗറ്റീവ് സെക്യുലറിസവും. ആൻഡ് നെഗറ്റീവ് സെക്യുലറിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു നെഗറ്റീവ് സെക്യുലറിസത്തിൽ സ്റ്റേറ്റും അതുപോലെ തന്നെ റിലീജിയനും എന്തായിരിക്കും,
കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിരിക്കും. അതായത് ഈ ഒരു സെക്യുലറിസത്തിൽ സ്റ്റേറ്റും റിലീജിയനും തമ്മിൽ യാതൊരുവിധ ബന്ധവും കാണില്ല. കംപ്ലീറ്റ്ലി അവരെന്തായിരിക്കും? ഐസൊലേറ്റഡ് ആയിരിക്കും. എന്നാൽ പോസിറ്റീവ് സെക്യുലറിസത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പോസിറ്റീവ് സെക്യുലറിസം ആണ്. സോ ഇന്ത്യയിൽ എന്തുണ്ട്? ഒരുപാട് റിലീജിയൻസ് ഉണ്ട്. അതായത് നമ്മുടെ ലോകത്ത് കാണുന്ന മിക്ക റിലീജിയൻസും എന്തുണ്ട്? ഇന്ത്യയിൽ എക്സിസ്റ്റിംഗ് ആണ്. സോ പോസിറ്റീവ് സെക്യുലറിസത്തിൽ സ്റ്റേറ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ റിലീജിയൻസിനെ എന്ത് ചെയ്യും? ഒരേപോലെ പ്രൊമോട്ട് ചെയ്യും, ഒരേപോലെ സപ്പോർട്ട് ചെയ്യും. അതാണ് പോസിറ്റീവ് സെക്യുലറിസം. സോ നെഗറ്റീവ് സെക്യുലറിസത്തിൽ സ്റ്റേറ്റും റിലീജിയനും എന്താണ്? കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ്. അതായത് സ്റ്റേറ്റ് റിലീജിയനിലും ഇടപെടില്ല, റിലീജിയൻ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യില്ല? ഇടപെടില്ല. സോ അതാണ് നെഗറ്റീവ് സെക്യുലറിസം. പോസിറ്റീവ് സെക്യുലറിസത്തിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യും? എല്ലാ റിലീജിയൻസിനെയും, ഒരു കൺട്രിയിലുള്ള എല്ലാ റിലീജിയൻസിനെയും എന്ത് ചെയ്യും? ഒരേപോലെ പ്രൊമോട്ട് ചെയ്യും, ഒരേപോലെ സപ്പോർട്ട് ചെയ്യും. സോ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് സെക്യുലറിസത്തിന്റെ പോസിറ്റീവ് കോൺസെപ്റ്റ് ആണ്. അതായത് എല്ലാ റിലീജിയൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രാജ്യത്ത് ഒരേ സ്റ്റാറ്റസ് ആണ്. അതായത് എല്ലാ റിലീജിയൻസിനെയും നമ്മൾ ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇതാണ് സെക്യുലറിസം. ആൻഡ് അടുത്ത ടേമാണ് ഡെമോക്രാറ്റിക്. സോ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്നത് രണ്ട് ലാറ്റിൻ ടേംസിൽ നിന്നാണ് ഡെമോക്രസി എന്ന് പറഞ്ഞ വാക്ക് വരുന്നത്. അതായത് ഡെമോസ് എന്ന് പറഞ്ഞൊരു ടേമും, സോ ഡെമോസ് എന്ന് പറഞ്ഞൊരു ലാറ്റിൻ വാക്കും, അതുപോലെ തന്നെ ക്രേഷ്യ എന്ന് പറഞ്ഞൊരു ലാറ്റിൻ വാക്കും. സോ ഡെമോസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് പീപ്പിൾ അല്ലെങ്കിൽ ജനങ്ങൾ എന്നാണ്. ആൻഡ് ക്രേഷ്യയുടെ മീനിങ് എന്ന് പറയുന്നത് റൂൾ എന്നാണ്. സോ ഡെമോക്രസി മീൻസ് പീപ്പിൾസ് റൂൾ. സോ ഡെമോക്രസി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പീപ്പിൾ, അതായത് ജനങ്ങളുടെ ഭരണമാണെന്ത്? ഡെമോക്രസി എന്ന് പറയുന്നത്. സോ പീപ്പിൾസ് റൂളാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഡെമോക്രസി റെപ്രസെൻറ്റേറ്റീവ് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. സോ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് റെപ്രസെൻറ്റേറ്റീവ് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. മീനിങ് നമ്മൾ, അതായത് ഇവിടെ ജനങ്ങൾ അവരുടെ റൂള് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവർ നേരിട്ടല്ല എക്സസൈസ് ചെയ്യുന്നത്. പകരം നമ്മൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യുന്നുണ്ട്. അതായത് ജനങ്ങൾ അവരുടെ പവർ എക്സസൈസ് ചെയ്യുന്നത് ജനങ്ങൾ ഇലക്ട് ചെയ്ത റെപ്രസെൻറ്റേറ്റീവ്സ് വഴിയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്കുള്ള ഇലക്ഷൻസ് ആണെന്ന് നടക്കുന്നതെന്ന് എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരാണോ മത്സരിക്കുന്നത് അയാളെ എന്ത് ചെയ്യും? ഇലക്ട് ചെയ്യും. സോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട് ചെയ്യും. അങ്ങനെ ഇലക്ട് ചെയ്യപ്പെടുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ജനങ്ങളുടെ ബിഹാഫിൽ റൂള് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. സോ ഇവിടെ ജനങ്ങൾ നേരിട്ടല്ല റൂള് ചെയ്യുന്നത്, പകരം ജനങ്ങൾ തന്നെ ഇലക്ട് ചെയ്ത ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്? റൂള് ചെയ്യുന്നത്. സോ അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഇനി എന്താണ് പാർലമെൻ്ററി സിസ്റ്റം അല്ലെങ്കിൽ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ജനങ്ങൾ എന്ത് ചെയ്യും? അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യും. ഇങ്ങനെ ഇലക്ട് ചെയ്യപ്പെടുന്ന റെപ്രസെൻറ്റേറ്റീവ്സ്, എക്സാമ്പിളായിട്ട് പറയുമെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷൻ. സോ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും, അതായത് നമ്മുടെ രാജ്യത്ത് നിന്നുണ്ട് 543 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 543 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് എന്താവും? ഇലക്റ്റഡ് ആവും. ഇങ്ങനെ ഇലക്റ്റഡ് ആയിട്ട് വരുന്ന റെപ്രസെൻറ്റേറ്റീവ്സിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ള പാർട്ടി ഏതാണോ ആ പാർട്ടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ മെജോറിറ്റി ഉള്ള പാർട്ടി അവരിൽ ഒരാളെ എന്ത് ചെയ്യും? ലീഡറായിട്ട് ഇലക്ട് ചെയ്യും. ആൻഡ് ആ ലീഡറായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്ററായിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ പ്രൈം മിനിസ്റ്റർ എന്ത് കാണും? ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കാണും, അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ കാണും. ആൻഡ് ഈ ഒരു പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അടങ്ങുന്ന മന്ത്രിസഭയായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സോ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് 3 ഓർഗൻസ് ആണുള്ളത്. ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, അതുപോലെ തന്നെ ജുഡീഷ്യറി ഉണ്ട്. സോ നമ്മുടെ ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞാൽ, സോ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് 3 ഓർഗൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, അതുപോലെ തന്നെ ജുഡീഷ്യറി ഉണ്ട്. സോ ലെജിസ്ലേച്ചർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അതായത് ലോ മേക്ക് ചെയ്യുന്നത് ലെജിസ്ലേച്ചർ ആയിരിക്കും.
ലെജിസ്ലേച്ചർ മേക്ക് ചെയ്യുന്ന ഈ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡ്യൂട്ടി ആയിരിക്കും എന്ത്, എക്സിക്യൂട്ടീവിനുള്ളത്. സോ ലെജിസ്ലേച്ചർ നിയമങ്ങൾ ഉണ്ടാക്കും, ആ ഒരു നിയമം നടപ്പാക്കുന്നത് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് ജുഡീഷ്യറി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ നിയമങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും അതിനകത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യുന്നതും. അതായത് ലെജിസ്ലേച്ചർ നിർമ്മിച്ച് എക്സിക്യൂട്ടീവ് നടപ്പിലാക്കിയ നിയമങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ജുഡീഷ്യറി ആയിരിക്കും. അതിനകത്ത് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതും ആരായിരിക്കും, ജുഡീഷ്യറി ആയിരിക്കും. സോ ഇതാണ് ഓരോ ഓർഗൻസിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് 3 ഓർഗൻസ് ഉണ്ട്. ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ലെജിസ്ലേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, നിയമങ്ങൾ നിർമ്മിക്കുന്നത്, അതല്ലെങ്കിൽ ലോ മേക്ക് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ആണ് എന്ത് ചെയ്യുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത്. ആൻഡ് ജുഡീഷ്യറി ആണ് എന്ത് ചെയ്യുന്നത്, അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യുന്നതും. ആൻഡ് ഈ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും. സോ ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഈ ലെജിസ്ലേച്ചറിൽ തന്നെ ഉള്ള ആൾക്കാരായിരിക്കും. അതായത് നമ്മൾ പാർലമെന്റിലേക്ക് ഇലക്ട് ചെയ്ത് വിട്ട റെപ്രസെൻറ്റേറ്റീവ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്റർ ആയിട്ടും അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടും എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സിക്യൂട്ടീവ് എപ്പോഴും ഈ ഒരു ലെജിസ്ലേച്ചറിനോട് എന്തായിരിക്കും, ആൻസറബിൾ ആയിരിക്കും. അതായത് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യണം, ലെജിസ്ലേച്ചറിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള ഫോം ഓഫ് ഗവൺമെന്റ് ആണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. സോ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് റെപ്രസെൻറ്റേറ്റീവ് പാർലമെന്ററി ഡെമോക്രസിയാണ്. അടുത്ത ടേമാണ് റിപ്പബ്ലിക്. സോ നമ്മുടെ പ്രിയാമ്പിളിനകത്തുള്ള റിപ്പബ്ലിക് എന്നുള്ള ടേം മെയിൻലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഹെഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇന്ത്യയിലെ ഹെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആരാണ്, പ്രസിഡന്റ് ആണ്. സോ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കാം. സോ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ടേം മെയിൻലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ്. സോ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണെന്ത്, നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇലക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കും, അല്ലാതെ ഒരു ഹെറിഡിറ്ററി പൊസിഷൻ ആയിരിക്കില്ല. അതായത് കാലാകാലങ്ങളായിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു ഡൈനാസ്റ്റിക്, അതായത് നമ്മുടെ ബ്രിട്ടന്റെ അല്ലെങ്കിൽ UK കേസ് കൂട്ട് തന്നെ ബ്രിട്ടന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ കിങ് അല്ലെങ്കിൽ ക്യൂൻ ആണ്. അതെന്താണ്, ഒരു ഹെറിഡിറ്ററി പൊസിഷനാണ്, അതായത് തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു പോസ്റ്റാണ്. എന്നാൽ റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു കൺട്രിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അതായത് ആ ഒരു രാജ്യത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ള ആളാവാം, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആയിട്ടുള്ള ആളാകാം. സോ എപ്പോഴും ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇലക്റ്റഡ് ആയിരിക്കും എന്നാണ് ഈ റിപ്പബ്ലിക് കൊണ്ട് എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. സോ അടുത്താണ് ജസ്റ്റിസ്. സോ ജസ്റ്റിസ് എന്ന് പറയുന്നത്, ഈ ഒരു ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഐഡിയൽ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, റഷ്യൻ റവല്യൂഷൻ 1917 റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് ഈ ഐഡിയൽ ഓഫ് ദി ജസ്റ്റിസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ 3 ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സിറ്റിസൺസിനെ എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക. അതായത് റിലീജിയൻ്റെയോ റേസിൻ്റെയോ കാസ്റ്റിൻ്റെയോ സെക്സിൻ്റെയോ അങ്ങനെ ഒരു ഗ്രൗണ്ട്സിൽ എന്ത് ചെയ്യുക, ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക. അതാണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻകത്തിൻ്റെ, അതായത് വരുമാനത്തിൻ്റെയോ അല്ലെങ്കിൽ വെൽത്തിൻ്റെയോ, അതായത് സ്വത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെയോ ബേസിസിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക. അതാണ് എക്കണോമിക് ജസ്റ്റിസ്. ഇനി പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും, അതായത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും എന്ത് കാണണം, എല്ലാ പൊളിറ്റിക്കൽ റൈറ്റ്സും ഒരേപോലെ ലഭ്യമായിരിക്കണം. അതായത് വോട്ട് ചെയ്യാനുള്ള റൈറ്റ്, അതുപോലെ തന്നെ ഇലക്ഷൻസിൽ കണ്ടക്ട് ചെയ്യാനുള്ള റൈറ്റ്, ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ജോയിൻ ചെയ്യാനുള്ള റൈറ്റ്, ആ പൊളിറ്റിക്കൽ പാർട്ടീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള റൈറ്റ്, ഇങ്ങനെയുള്ള എല്ലാ പൊളിറ്റിക്കൽ റൈറ്റ്സും എല്ലാവർക്കും എന്തായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ മീൻ ചെയ്യുന്നത്. ആൻഡ് അടുത്തതാണ് ലിബർട്ടി. സോ ലിബർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ ആക്ഷൻസിന് എന്ത് പാടില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ പാടില്ല. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ ആക്ടിവിറ്റീസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ റെസ്ട്രിക്ഷൻ്റെ ആബ്സെൻസിനെയാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ അതിനെയാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത്.
പക്ഷേ ഈ ലിബർട്ടി എന്ന് പറയുന്നത് എന്തല്ല, അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു സാധനമല്ല. അതായത് നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് മുഴുവൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്റ്റേറ്റിന് ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ സാധിക്കും, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ലിബർട്ടി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന ലിബർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, അൺലിമിറ്റഡ് അല്ല. സോ ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ഇതാണ് ലിബർട്ടി കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യാൻ പാടില്ല, റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് ഈ 3 ഐഡിയൽസും, അതായത് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, ഈ 3 ഐഡിയൽസും, സോ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ 3 ഐഡിയൽസും നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്. ആൻഡ് അടുത്ത ടേമാണ് ഇക്വാളിറ്റി. സോ ഇക്വാളിറ്റി മീൻസ് നമ്മുടെ രാജ്യത്തുള്ള ഒരു സെക്ഷൻസിന് എന്ത് പാടില്ല, സ്പെഷ്യൽ പ്രിവിലേജസ് പാടില്ല. സോ എല്ലാവരെയും എന്ത് ചെയ്യണം, ഈക്വലായിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ഒരു സെക്ഷന് മാത്രമായിട്ട് സ്പെഷ്യൽ പ്രിവിലേജസ് അല്ലെങ്കിൽ പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും തന്നെ പാടില്ല. അതാണ് ഇക്വാളിറ്റി കൊണ്ട് എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 2 ടൈപ്പ് ഓഫ് ഇക്വാളിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസും അതുപോലെ തന്നെ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അത് മാത്രമാണ് ഇക്വാളിറ്റിയിൽ നിന്ന് നമ്മൾ അറിയേണ്ടത്. സോ ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് ഈ ടേംസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കുറവാണ്. വരാനുള്ള ഏരിയാസ് നമ്മൾ ആദ്യം പ്രിയാമ്പിളിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്ത് എന്ത് ചെയ്തിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് പിന്നെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ഇന്ത്യ ഏത് ടൈപ്പ്, സോ പിന്നെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ഇന്ത്യ ഏത് ടൈപ്പ് ഓഫ് സോഷ്യലിസം ആണ് ഫോളോ ചെയ്യുന്നത്, ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. സോ അങ്ങനെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. അതുകൂടാതെ ഇന്ത്യ ഏത് ടൈപ്പ് ഓഫ് സെക്യുലറിസം ആണ് ഫോളോ ചെയ്യുന്നത്, പോസിറ്റീവ് സെക്യുലറിസം ആണ്. സോ ആ രീതിയിൽ ഈ ഒരു സെക്ഷൻസിൽ നിന്ന്, അതായത് ടേംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഇനിയുള്ള ടോപ്പിക്സ് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ടേംസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതൊരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ആണ്, അതായത് സാഹോദര്യം. സോ ഈ സെൻസ് ഓഫ് ബ്രദർഹുഡ് അല്ലെങ്കിൽ ഫ്രറ്റേണിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എൻഷുർ ചെയ്യുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് വഴിയാണ്. അതായത് സിംഗിൾ സിറ്റിസൺഷിപ്പ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഫ്രറ്റേണിറ്റി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് എന്തേ ഉള്ളൂ, ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ ജീവിക്കുന്നവരായിക്കോട്ടെ, അതായത് കേരള ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, UP ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റിൽ ജീവിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ ജനിച്ചവരാണെങ്കിലും ജീവിക്കുന്നവരാണെങ്കിലും അവരെല്ലാം എന്താണ്, ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമാണ്. ഇതാണ് ബ്രദർഹുഡ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇനി നമ്മുടെ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണോ, ഈ ഒരു ക്വസ്റ്റ്യൻ കുറേ നാളുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, എറൈസ് ചെയ്തു അല്ലെങ്കിൽ ഉയർന്നു വന്നു. പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണോ അല്ലയോ, ഈ ഒരു കാര്യത്തിനകത്ത് ഡിസിഷൻ എടുത്ത ആരാണ്, സുപ്രീം കോർട്ടാണ്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള പവർ നമ്മുടെ സുപ്രീം കോർട്ടിനാണുള്ളത്. സോ സുപ്രീം കോർട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യന് ഫൈനലായിട്ടുള്ളൊരു ആൻസർ തരുന്നത്. അതായത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യന്. സോ മെയിനായിട്ട് നമ്മൾ പൊളിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റി പഠിക്കുമ്പോൾ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വന്ന് പിന്നീട് ഇങ്ങോട്ടുള്ള കാലങ്ങളിലൊക്കെ പല ക്വസ്റ്റ്യൻസും, അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ചില പ്രൊവിഷൻസിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗട്ട്സ് വന്നിട്ടുണ്ട്. ഈ ഡൗട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്യൂട്ട്സ് എല്ലാം സോൾവ് ചെയ്ത് സുപ്രീം കോർട്ടാണ്. ആൻഡ് ഈ ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്ത ചില കേസസ്, ചില ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കേസസ് എന്ത് ചെയ്യണം, നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള 2 കേസസ് ആണ് പ്രിയാമ്പിളിൻ്റെ കേസിലുള്ളത്. അതായത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണോ അല്ലയോ എന്നുള്ള കാര്യം 2 കോടതി വിധികൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, അവസാനം നമുക്ക് ഫൈനലായിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നത്. സോ ആ 2 കേസസും നമ്മുടെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ 2 കേസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ഫേസ്റ്റ് വൺ ആണ് ബെറുബാറി യൂണിയൻ കേസ് 1960. സോ ഈ ഒരു 1960 അല്ലെങ്കിൽ 1960 ബെറുബാറി യൂണിയൻ കേസിൽ സുപ്രീം കോർട്ട് എന്താണ് പറഞ്ഞത്, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണോ അല്ലയോ എന്നുള്ള ചോദ്യം നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ മുന്നിലേക്ക് എത്തി.
ആൻഡ് സുപ്രീം കോർട്ട് ഈ ഒരു കേസിൽ 2 ഒബ്സർവേഷൻസ് ആണ് നടത്തിയത്. ഒന്ന് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെ മൈൻഡിലേക്കുള്ള അല്ലെങ്കിൽ മനസ്സിലേക്കുള്ള ഒരു താക്കോലാണെന്ന് എന്ത് ചെയ്തു, സുപ്രീം കോർട്ട് ഒബ്സർവ് ചെയ്തു. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് ഏത് രീതിയിൽ ആലോചിച്ചിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ പ്രിയാമ്പിളാണ് നമ്മൾ വായിക്കേണ്ടത് എന്ന് സുപ്രീം കോർട്ട് ഒപ്പീൻ ചെയ്ത് അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞത് ഈ ഒരു കേസിലാണ്. സോ സുപ്രീം കോർട്ട് വെറുബാറി യൂണിയൻ കേസിലാണ് പറഞ്ഞത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയവരുടെ മനസ്സിലേക്കുള്ള താക്കോലാണ് പ്രിയാമ്പിൾ എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞത് ഈ ഒരു ബെറുബാറി യൂണിയൻ കേസിലാണ്. അതുകൂടാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഏതെങ്കിലും പ്രൊവിഷൻസിൽ ഒരു ആംബിഗ്വിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, സോ ഏതെങ്കിലും ഒരു കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷനിൽ ആംബിഗ്വിറ്റി, അതായത് അവ്യക്തത ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ വായിക്കുമ്പോൾ 2 മീനിങ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏതാണ് കറക്റ്റ് മീനിങ് എന്നറിയണമെങ്കിൽ പ്രിയാമ്പിളുമായിട്ട് ചേർത്ത് അതൊന്ന് റിലേറ്റ് ചെയ്താൽ മതി എന്നും സുപ്രീം കോർട്ട് പറയുന്നത് ഈ ഒരു ബെറുബാറി യൂണിയൻ കേസ് ഓഫ് 1960-ലാണ്. സോ 2 ഒബ്സർവേഷനാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെ മനസ്സിലേക്കുള്ള കീ ആണ് പ്രിയാമ്പിൾ. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഏതെങ്കിലും പ്രൊവിഷൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിൾസിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏതാണ് കറക്റ്റ് മീനിങ് എന്നറിയാൻ നമ്മുടെ പ്രിയാമ്പിളിനകത്തുള്ള ഐഡിയൽസുമായിട്ട് എന്ത് ചെയ്താൽ മതി, കമ്പയർ ചെയ്താൽ മതി എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞതും ഈ ഒരു കേസിലാണ്. ആൻഡ് ഈ ഒരു കേസിലെ സുപ്രീം കോർട്ടിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് പ്രിയാമ്പിൾ എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടല്ല. സോ ബെറുബാറി യൂണിയൻ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് പ്രിയാമ്പിൾ എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടല്ല എന്നാണ് സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റ് വന്നത്. അതിനുശേഷം 1973-ലാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നത്. അതായത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ വീണ്ടും പൊങ്ങി വരുന്നത് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973-ലാണ്. സോ കേശവാനന്ദ ഭാരതി കേസ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്. കാരണം നമ്മുടെ ഡോക്ട്രൈൻ ഓഫ് ബേസിക് സ്ട്രക്ചർ, സോ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ആദ്യമായിട്ട് സുപ്രീം കോർട്ട് പറയുന്നത് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിലാണ്. സോ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്താണെന്നുള്ളത് വരുന്ന ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഈ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. സോ ഈ ഒരു കേസിലും നമ്മുടെ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ എറൈസ് ചെയ്തിരുന്നു. ആൻഡ് ഈ ഒരു കേസിൽ സുപ്രീം കോർട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറുബാറി യൂണിയൻ കേസിൽ എന്താണോ ജഡ്ജ്മെന്റ് പറഞ്ഞത് അതിനെ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. സോ കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973 സുപ്രീം കോർട്ട് പറഞ്ഞു പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ്. സോ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ്. സോ ബെറുബാറി യൂണിയൻ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടല്ല എന്നാണ്. ആ ഒരു ജഡ്ജ്മെന്റ് എന്ത് ചെയ്തു, സുപ്രീം കോർട്ട് തന്നെ തിരുത്തി പറഞ്ഞു കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973. അതായത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ, അതായത് പ്രിയാമ്പിളിനകത്ത് ചേഞ്ചസ് വരുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ആ ഒരു ക്വസ്റ്റ്യനും സുപ്രീം കോർട്ട് ആൻസർ ചെയ്തത് കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973 തന്നെയാണ്. സോ കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973 സുപ്രീം കോർട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിയാമ്പിൾ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ്. സോ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ് എന്ന് എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. സോ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ് എന്ന് നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞത് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973-ലാണ്. അതുകൂടാതെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനും ഈ ഒരു കേസിനകത്ത് എന്ത് ചെയ്തിരുന്നു, ആൻസർ ചെയ്തിരുന്നു. സോ ഈ ഒരു കേസിലെ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം പ്രിയാമ്പിൾ എന്ത് ചെയ്യാൻ പറ്റും, അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പ്രിയാമ്പിളിനകത്ത് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. പക്ഷെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, ഇങ്ങനെ വരുത്തുന്ന ചേഞ്ചസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നെന്ത് ചെയ്തു, സുപ്രീം കോർട്ട് പറഞ്ഞു. അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ അല്ലെങ്കിൽ ഡോക്ട്രൈൻ ഓഫ് ബേസിക് സ്ട്രക്ചർ
ഡോക്ട്രൈൻ ഓഫ് ബേസിക് സ്ട്രക്ചർ സുപ്രീം കോർട്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിലാണ്. സോ നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ആദ്യമായിട്ട് സുപ്രീം കോർട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിലാണ്. സോ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്താണെന്ന് വരുന്ന ക്ലാസ്സസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു ഐഡിയയിലാണ് എന്ത് ചെയ്തത്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ചില കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് ചേഞ്ച് ചെയ്യാനേ പാടില്ല. അതായത് ബേസിക് സ്ട്രക്ചറിൽ പെടുന്ന കാര്യങ്ങൾ ഒരിക്കലും ചേഞ്ച് ചെയ്യപ്പെടാൻ പാടില്ല. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവമേ മാറിപ്പോകും എന്നെന്ത് ചെയ്തു, സുപ്രീം കോർട്ട് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് പറഞ്ഞു പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ്. പ്രിയാമ്പിളിനെ എന്ത് ചെയ്യാൻ പറ്റും, അമെൻഡ് ചെയ്യാൻ പറ്റും. അതായത് പ്രിയാമ്പിളിനകത്ത് ചേഞ്ചസ് വരുത്താൻ പറ്റും. പക്ഷേ അങ്ങനെ വരുത്തുന്ന ചേഞ്ചസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നെന്ത് ചെയ്തു, സുപ്രീം കോർട്ട് ഒരു കണ്ടീഷൻ കൂടി വെച്ചു. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ്, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണോ അല്ലയോ? പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ്. കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973 സുപ്രീം കോർട്ട് പറഞ്ഞു പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ്. ഇനി പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ? പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ബേസിക് സ്ട്രക്ചറിനെ എന്ത് ചെയ്യാൻ പാടില്ല, അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മുടെ ഇന്ന് ഈ നിമിഷം വരെ ആകെ കൂടി ഒരേ ഒരു തവണ മാത്രമാണ് എന്ത് ചെയ്തത്, പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ പ്രിയാമ്പിൾ എത്ര തവണ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു തവണ, ഓൺലി വൺ ടൈം. സോ ഒരേ ഒരു തവണ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അതെപ്പോഴാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. സോ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 പ്രകാരം 3 ടേംസ് ഏതൊക്കെയായിരുന്നു? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. ഇങ്ങനെയുള്ള ഈ മൂന്ന് ടേംസ് നമ്മുടെ പ്രിയാമ്പിളിനകത്തേക്ക് എന്ത് ചെയ്തു, ആഡ് ചെയ്യപ്പെട്ടു. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി ഇങ്ങനെയുള്ള 3 ടേംസ് എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ആ ഒരു തവണ മാത്രമാണ് എന്ത് ചെയ്തത്, നമ്മുടെ പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്തിട്ടുള്ളത്. സോ പ്രിയാമ്പിൾ എത്ര തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്? ഒരേ ഒരു തവണ മാത്രമാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തത്. അതെപ്പോഴാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 പ്രകാരം ഒരേ ഒരു തവണ മാത്രമാണ് പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അമെൻഡ് ചെയ്തത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി ഈ 3 ടേംസും ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിയാമ്പിളിനെ കുറിച്ചാണ്. അതായത് പ്രിയാമ്പിൾ എന്താണ്, പ്രിയാമ്പിളിൻ്റെ ടെക്സ്റ്റ് എന്താണ്, അതുപോലെ തന്നെ പ്രിയാമ്പിളിനകത്തുള്ള കീ ടേംസ്, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണോ, അതുപോലെ തന്നെ പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ സാധിക്കുമോ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. സോ ഇത്ര മാത്രമേ എന്തിൻ്റെ ആവശ്യമുള്ളൂ, നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ, അതായത് എക്സാമിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ പ്രിയാമ്പിൾ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇത്രയും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ എത്ര മനസ്സിലാക്കിയോ ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യൂ, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. 99% അല്ലെങ്കിൽ 100% ഇത്രയും കാര്യങ്ങളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പ്രിയാമ്പിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റൂ. സോ ഇത്രയാണ് പ്രിയാമ്പിൾ. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.